ഈ സ്വാതന്ത്ര്യാഘോഷത്തിൽ വന്ദേ മാതരം പൂർണ്ണമായും കർശനമായി ആലപിക്കണം എന്നുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേ ഭാരതം സംബന്ധിച്ച് വന്ദേ മാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ ഇപ്പോൾ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ വന്നൊരു ഇതിപ്പോ അക്ഷരാർത്ഥത്തില് രാജ്യത്തെ BJP ഇതര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒക്കെ എല്ലാവരുടെയും ഒരു വലിയ പ്രതിസന്ധിയാണിത്. ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇറക്കുന്ന പല നിയമങ്ങൾ, അവർ നിയമങ്ങൾ പാസ്സാക്കുന്നു, ആ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഞാനിതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറയാം. ഈ വന്ദേ മാതരത്തിന് തൊട്ട് മുൻപുള്ള ഒരു ഉദാഹരണം എന്താണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വഖഫ് ബോർഡിൽ ഈ പറയുന്ന മുസ്ലിം അല്ലാത്ത രണ്ട് പ്രതിനിധികളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്, രണ്ടാളുകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2024 ഡിസംബറിൽ അവസാനിച്ച ഒരു വഖഫ് ബോർഡ്, ഒരു ബോർഡിൻ്റെ കാലാവധി 2024 തീർന്നതാണ്. ആ 2024 ഒരു ബോർഡിൻ്റെ കാലാവധി തീർന്നിട്ട് 2026 പിണറായി വിജയൻ എന്താക്കുന്നു? ആ ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൽ ഉള്ളിലുള്ള ഒരുപാട് കളികളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ആ ബോർഡ് 2026 ഫെബ്രുവരിയിൽ പുനഃസംഘടിപ്പിക്കുന്നു. അതായത് ഒരു കൊല്ലവും ഏകദേശം ഒരു 15 മാസത്തോളം പിന്നിട്ടതിന് ശേഷം ആ ബോർഡ് പുനഃസംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ആ ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നു. ആ ബോർഡ് 2026 ഫെബ്രുവരിയിലാണ് പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോഴും പുനഃസംഘടിപ്പിക്കുമ്പോഴും ഒരു നിയമം വന്ന് പാസ്സായി നിൽക്കുകയാണ്, വഖഫ് ബില്ല്. ആ ബില്ലിൽ പറയുന്നത് ഈ 2 അമുസ്ലിങ്ങളായ പ്രതിനിധികൾ ഉണ്ടാവണം വഖഫ് ബോർഡിൽ എന്നുള്ളതാണ്. ആ 2 പ്രതിനിധികളെ നിയമിച്ചില്ല. അത് അങ്ങനെ തന്നെ അവിടെ വേക്കൻ്റ് ആക്കി നിർത്തിയിട്ട് ഈ പറയുന്ന ബോർഡ് പുനഃസംഘടിപ്പിച്ചു. 2026 ഫെബ്രുവരിയിൽ അതങ്ങനെ പുനഃസംഘടിപ്പിച്ചു. 2 പേരെ വാക്കൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് അത് വിടവ് നികത്താതെ, ആ ഒരു ഇത് വരുത്താതെ അതവിടെ കാലിയാക്കിയിട്ടുകൊണ്ട് ഒഴിവാക്കിയിട്ടുകൊണ്ട് പുനഃസംഘടിപ്പിച്ചു. അത് ഫെബ്രുവരിയിൽ പുനഃസംഘടിപ്പിച്ചു. ജൂണിൽ അത് കോടതിയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിയമം നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരു കാര്യം വന്നു. അപ്പോൾ അവിടെ പിണറായി വിജയൻ സംഘടിപ്പിച്ച അല്ലെങ്കിൽ വെച്ച ബോർഡിലെ അംഗങ്ങളും ചെയർമാനും എന്തു പറഞ്ഞു? അത് നിയമിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് നിയമിക്കാത്തത് കൊണ്ടാണ്, ഞങ്ങൾക്ക് അങ്ങനെ നിയമിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കസേര ഉണ്ടായാൽ മതി, ഞങ്ങളെ പിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്, അതിന് സമ്മതിക്കരുത്, അവരെ നിയമിച്ചോട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് ഈ പിണറായി വിജയൻ ഇരുത്തിയ ആളുകൾ പറയുകയുണ്ടായി, അല്ലേ, കോടതിയിൽ. അപ്പം അതുപോലെ തന്നെയാണ് ഈ വന്ദേ മാതരത്തിൻ്റെ കേസും. ഇപ്പം ഈ വന്ദേ മാതരം ഇപ്പോൾ ഈ പറയുന്ന നിയമമാക്കിയിരിക്കുകയാണ്. അത് നിയമമാക്കിയത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ അടക്കം നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത്ര മിനിറ്റ്, 3 മിനിറ്റ് സംതിങ് സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായും ചൊല്ലണം. ഇനി അത് അവഹേളിച്ചു കഴിഞ്ഞാൽ, അപമാനിച്ചു കഴിഞ്ഞാൽ വലിയ ശിക്ഷകളാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രാജ്യത്ത് BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കൃത്യമായി RSSൻ്റെ വ്യക്തികളെ തന്നെയാണ് ഈ പറയുന്ന ഗവർണർ കസേരകളിലേക്ക്, ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ അവർ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നതും. സ്വാഭാവികമായിട്ടും ഇത് സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ഏത് സർക്കാർ എന്നുള്ളതൊന്നല്ല, മനസ്സിലായില്ലേ? ഏത് സർക്കാരുകളാണെങ്കിലും BJP ഇതര സർക്കാരുകളാണോ അവർക്ക് ഇത് വലിയ പ്രതിസന്ധികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പം ഈ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതും പ്രതിസന്ധി തന്നെയാണ്, മനസ്സിലായില്ലേ? പിന്നെ ഇതിനുള്ളൊരു ആശ്വാസം എന്താ? കോടതിയിൽ പോകാം. കോടതിയിൽ പോയി ഇപ്പോൾ ഓൾറെഡി. എവിടെ? ബംഗാളിൽ കോടതിയിൽ പോയി.
ബംഗാളിൽ കോടതിയിൽ പോയപ്പോൾ കോടതി പറയുന്നത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ലല്ലോ എന്നാണ് കോടതി ചോദിക്കുന്നത് വന്ദേ മാതരം ചൊല്ലിയാൽ. അപ്പോൾ ആകാശം ഇടിഞ്ഞ് വീഴില്ലല്ലോ എന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കോടതികളിൽ ഏത് കോടതിയാണെന്ന് കൂടി ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഇതേ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MP പറഞ്ഞത്, കോടതികളിൽ നിയമിക്കുന്ന ജഡ്ജിമാരുകൾ 99% RSSുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ്. നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേര പർച്ചേസ് ചെയ്തതുപോലെ തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നീതിന്യായ വ്യവസ്ഥയെയും ഈ പറയുന്ന സംഘ് പരിവാർ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അതിന് ഒരുപാട് എന്താ പറയേണ്ടത്, തെളിവുകൾ വേണമെന്ന് ആരും വാശി പിടിക്കരുത്. കാരണം ഈ പറയുന്നത് ചാണകം തിന്നുന്നവരല്ല, അരിയാഹാരം കഴിക്കുന്നവനാ. ഒരു മനുഷ്യന് അവൻ്റെ കോമൺ സെൻസിനെ മാത്രം ആദ്യം ചോദ്യം ചെയ്യരുത്. രാജ്യത്ത് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന കോടതി വിധികളിൽ നിങ്ങൾ ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കോടതി വിധികൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. വളരെ കൃത്യമായിട്ട് നിയമ സംവിധാനത്തിന് മുകളിൽ നിന്നുകൊണ്ടുള്ള ചില തീരുമാനങ്ങൾ വന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ കൃത്യമായിട്ട് അത് രാജ്യത്തുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷ കോടതികളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോടതികൾ പലപ്പോഴും പല രീതിയിലും ഈ പറയുന്ന എന്താ പറയേണ്ടത്, നിയമവ്യവസ്ഥകൾക്ക് മുകളിലൂടെ ഈ പറയുന്ന അജണ്ടകൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ജഡ്ജിമാരായിട്ട് വരുന്ന ആളുകൾ RSSുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാകുമ്പോൾ അവർക്കതിൽ അവരുടേതായ തീരുമാനങ്ങളാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുന്നതിനെക്കുറിച്ച് ഒരാൾ കോടതിയിൽ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ ആകാശം ഇടിഞ്ഞ് വീഴുമോ എന്നൊന്നല്ല ചോദിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാ വന്ദേ മാതരം ഇങ്ങനെ നിർബന്ധമാക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് നിയമ പിൻബലമാണ് അതിനുള്ളത്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമം എന്ന് പറയുന്നു എന്നല്ലാതെ ഇതിനപ്പുറം വന്ദേ മാതരത്തിന് എന്ത് സാധുതയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ളത്? ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്ത് സാധുതയാണ് വന്ദേ മാതരത്തിനുള്ളത്? എല്ലാം ചർച്ച ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പകരം കോടതി ചോദിക്കുന്നത് ഈ ആകാശം ഇടിഞ്ഞ് വീഴൂലേ എന്നാ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാനതാണ് ഈ പറയുന്നത്. വളരെ കൃത്യമായിട്ട് ഈ കേന്ദ്ര നിയമങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇത് നിയമങ്ങളായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. ഒരു അജണ്ട എന്ന് പറയുന്നത് ഒരു ഭാഗത്ത്, മറ്റൊന്നാ ഇത് രാജ്യത്ത് നിയമമായി കഴിഞ്ഞാൽ അത് നിയമമാണ്. പിന്നെ അത് RSS സംഘ് പരിവാർ അജണ്ടയല്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് അത് നിയമമാണ് രാജ്യത്തെ. അത് ഈ നമ്മളൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചെയ്യുന്നത് പോലെയല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നിയമങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ആവുക എന്ന് പറയുന്നത് സാധ്യമായ ഒന്നല്ല എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. രാജ്യത്തെ BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഈ പറയുന്ന കേന്ദ്ര നിയമങ്ങൾ, കേന്ദ്രം പാസാക്കുന്ന നിയമങ്ങൾ അത് വലിയ അർത്ഥത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് പറയുന്നതിനുള്ള കാരണം. അപ്പോൾ ഇത്തരം നിയമങ്ങളിലൂടെ പല രീതിയിലുള്ള പല അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഏതവരാണെങ്കിലും ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്ക്. PM ശ്രീ അജണ്ടയാണ് എന്ന് പറഞ്ഞ ആളുകൾ എന്താ പറഞ്ഞത്? പണം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒപ്പിട്ടു, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഒപ്പിട്ടു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ഒപ്പിടുമ്പോൾ പലർക്കും പല ന്യായീകരണങ്ങളാണ്. കാരണം എന്താ, ഒരു ഗവൺമെൻറ് ആയിരിക്കുമ്പോൾ പലതിനും നിർബന്ധിതരാകുകയാണ്, പലതും ചെയ്യാൻ വേണ്ടിയിട്ട്.